നമസ്കാരം. ജോബണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന സഹകരണ സംഘം ബാങ്കുകളിലേക്ക് 291 വേക്കൻസി വന്നിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലെ സഹകരണ ബാങ്കുകളിലേക്കുള്ളൊരു വിജ്ഞാപനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന യോഗ്യതയുള്ള ആളുകൾക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്കിതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ് ഇതിലേക്കുള്ള നിയമനം നടത്തുന്നത്. ഇപ്പം നിലവിൽ വന്നിട്ട് ഒഴിവുകൾ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറി, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ജൂനിയർ ക്ലർക്ക്, സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, അതുപോലെ ടൈപ്പിസ്റ്റ് ഇങ്ങനത്തെ ഒരു 6 പോസ്റ്റുകളിലേക്കാണ് ഏകദേശം 291 ഒഴിവുകൾ നിലവിലായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലും, അതായത് നമ്മൾ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ബ്ലോക്കുകളിലൊക്കെ ഈ ഒഴിവ് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങൾക്ക് ബാങ്കുകളൊക്കെ തിരഞ്ഞു കണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സെക്രട്ടറി പോസ്റ്റിൽ അപ്ലൈ ചെയ്യെങ്കിൽ പിന്നെ സെക്രട്ടറി പോസ്റ്റിൻ്റെ ഒഴിവുകൾ എവിടെയൊക്കെ നോക്കണമെന്നുണ്ട്. അതിൻ്റെ PDF എല്ലാം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച് നമ്മൾ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു PDF ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുള്ള നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് PDF അയച്ചു തരും. ഏത് പോസ്റ്റിൻ്റെയാണെന്ന് വെച്ചാൽ ആ പോസ്റ്റിൻ്റെ അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ബാങ്കുകളിലാണ് ഒഴിവുകളുള്ളത്, എത്ര ഒഴിവുകളുണ്ടെന്നൊക്കെ നിങ്ങൾക്കതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കാണിച്ചത്, ക്വാളിഫിക്കേഷൻ എല്ലാത്തിൻ്റെ ഒന്നും വായിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ യോഗ്യത ഉള്ള ആളുകളോ പിന്നെ താല്പര്യമുള്ള ആളുകളോ ഒന്ന് ചോദിച്ചാൽ മതി. ഞാനിപ്പോൾ നമുക്കൊരു ജൂനിയർ ക്ലർക്കിൻ്റെ ഞാനിതിലൊന്ന് ഓപ്പൺ ആക്കി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു PDF എന്ന് പറയുന്നത്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ നിയമനം എന്ന് പറയുന്നത് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR പരീക്ഷയിലും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ്. നിയമന അധികാരി എന്ന് പറയുന്നത് ബന്ധപ്പെട്ട സഹകരണ സംഘമാണ്, ബാങ്കുകളാണ്. അതായത് നിങ്ങൾ ഏത് ബാങ്കിലാണോ പിന്നെ എക്സാം എഴുതുന്നത് വെച്ചാൽ ആ ബാങ്കാണ് ഇതിൻ്റെ നിയമന അധികാരി എന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കൽ എങ്ങനെ വെച്ചാൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിൽ ഓൺലൈനായി പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെയും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അത് നമ്മൾ ജൂനിയർ ക്ലർക്കിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ഞാൻ പറയുന്നത്. ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അടിസ്ഥാന യോഗ്യത നേടിയിരിക്കുന്നതാണ് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ വേക്കൻസികൾ വന്നിട്ടുള്ളതാണ് കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് സഹകരണ സംഘം, അത് തിരുവനന്തപുരത്താണ്. പിന്നെ ഒറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിത്തം തിരുവനന്തപുരം, പിന്നെ ഉള്ളതും തിരുവനന്തപുരം. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി തിരുവനന്തപുരം. പിന്നെ വെട്ടൂർ സർവീസ് സഹകരണ ബാങ്ക്. ഇങ്ങനെയാണ്. ഇതുണ്ടോ ഒരു ഏകദേശം 10 ഒരുപാട് ബാങ്കുകളിൽ വേക്കൻസി ഉണ്ട്. എറണാകുളം ജില്ല, എല്ലാ ജില്ലകളിലും ഏകദേശം കാണുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ വണ്ടൂരുണ്ട്, വെട്ടമുണ്ട്, തവന്നൂരുണ്ട്, പാങ് സർവീസ് സഹകരണ ബാങ്ക് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് നിങ്ങൾക്കിത് വായിച്ച് നോക്കിയാലും മനസ്സിലാവും. ഞാൻ എല്ലാം കൂടി വായിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഓൺലൈനായിട്ടാണ് നിങ്ങളിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇതൊന്നുകൂടി ഞാൻ വേറെ പോസ്റ്റ് കൂടി ഓപ്പൺ ചെയ്യുന്നുണ്ട്. ടൈപ്പിസ്റ്റ് ഉണ്ട്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കൂടി നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് യോഗ്യത. അതിൻ്റെ യോഗ്യത എങ്ങനെയാണെന്ന് വെച്ചാൽ സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, അതുപോലെ കേന്ദ്ര അംഗീകരിച്ച സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സാക്കിയ ആളുകൾക്കാണ് ഡാറ്റ എൻട്രി വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിലവിൽ ഇത്രയും ബാങ്കുകളാണ് ഡാറ്റ എൻട്രി. 7 ബാങ്കുകളിലേക്കും ഡാറ്റ എൻട്രി വടകര ഉണ്ട്, വല്ലപ്പുഴ ഉണ്ട്, പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലൊക്കെ യോഗ്യതകളുണ്ട്. അപ്പോൾ എക്സാമിൽ 18 വയസ്സായ ആളുകളാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഫീസ് പറഞ്ഞു. ഉദ്യോഗാർത്ഥികൾ ഒന്നിൽ കൂടുതൽ സംഘം ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഏതൊക്കെ പോസ്റ്റുകളിൽ ഏതൊക്കെ ബാങ്കുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാങ്കുകൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഒരു ബാങ്കിന് 150 രൂപയാണ്. തുടർന്നുള്ള ഓരോ സംഘം ബാങ്കിനും 150 രൂപ വീതവുമാണ് അവർക്കുണ്ട്. അപ്പോൾ അപേക്ഷ അയക്കേണ്ടത് ഒരൊറ്റ ബാങ്കിലേക്ക് 150 രൂപയും മറ്റുള്ള ബാങ്കുകളിലേക്ക് 50 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഫീസ് അടക്കേണ്ടത്. 10 ബാങ്കാണെങ്കിൽ 500 രൂപ ഉണ്ട്. പിന്നെ ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി വിജ്ഞാനപ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്നും അപേക്ഷ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കണം കേട്ടോ. പിന്നെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുൻപായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റേണ്ടത്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ള. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 10/1/2025 10-ാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല, അതായത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമെയിൽ അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൺലൈനായി പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മതി. മറ്റെന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഒന്ന് ചോദിക്കുക. നമുക്ക് വീണ്ടും ഒരു വീഡിയോ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.